ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടപ്രഥമൻ. പായസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അടപ്രഥമൻ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് വേർതിരിച്ചെടുക്കാം. തേങ്ങ തിരികിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. തേങ്ങ അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഒരു കപ്പ് ഒന്നാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒന്നാം പാല് പിഴിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം രണ്ടാം പാലിന് വേണ്ടിയിട്ട് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടാം പാലിന് വേണ്ടിയിട്ട് അടിച്ചെടുക്കാം. 2 കപ്പ് രണ്ടാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അടപ്പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അട വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് അട വേവിച്ചെടുക്കാം. അട വേവുന്നതിന് 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും. അട വേവുന്ന സമയത്തിനുള്ളിൽ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കിലോ ശർക്കര 500 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. അട ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ആണ്. 250 ഗ്രാം അടയ്ക്ക് അതിൻ്റെ നേരെ ഇരട്ടി 1/2 കിലോ ശർക്കര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അട വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് അട വെന്തോ എന്ന് നോക്കാം. അട വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വേവിച്ച അട ഇനി നമുക്ക് വെള്ളം ഊറ്റി എടുക്കാം. അട നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകി ഊറ്റിയെടുക്കാം. 1-2 പ്രാവശ്യം ഇതേപോലെ കഴുകി ഊറ്റിയെടുക്കണം. അട 2 പ്രാവശ്യം നോർമൽ വാട്ടറിൽ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ചുവട് കട്ടിയുള്ള പാത്രമോ ഉരുളിയോ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഞാനിവിടെ കറുപ്പും വെള്ളയും ചേർത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ്. തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ നമുക്ക് അട ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അട നമുക്ക് നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത അതേ നെയ്യ് തന്നെയാണ് അട വരട്ടിയെടുക്കുന്നതിനും ഉപയോഗിക്കുന്നത്. അട നെയ്യിലിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം.
ശർക്കര ഒരു അരിപ്പ് വെച്ച് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. അടയും ശർക്കരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അട ഇപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2ാം പാല് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. 2ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് കുറുക്കി കിട്ടണം. കുറുക്കി എടുക്കുന്ന സമയത്തിനുള്ളിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2ാം പാൽ ഒഴിച്ചത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിലാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഇളക്കിയെടുക്കാം. 1ാം പാല് ചേർത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.